ചീരയും വെള്ളരിക്കയും കൂടെ നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കാം. ഒരു പിടി ചീര കഴുകി ചെറുതായി അരിഞ്ഞ് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണത്. വെള്ളമൊക്കെ ആണെങ്കിലും നല്ല വലിഞ്ഞ് കൂട്ടാനൊക്കെ നല്ല. പിന്നെ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടുപ്പിൽ വെച്ചു ഗ്യാസ് ഓൺ ചെയ്ത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. തിളച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യണം. അരപ്പ് തയ്യാറാക്കാം. ഒരു കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചവാസന മാറുന്ന വരെ നമുക്കൊന്ന് ഒരു 2 മിനിറ്റോളം നിന്ന് തീ കുറച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് തൈര് ഒന്ന് ഉടച്ച് വയ്ക്കണം. തീരെ വെള്ളമല്ലാത്ത രീതിയിൽ ഒന്ന് ഉടച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ തീ നമ്മൾ തീരെ കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അത് കലങ്ങി പോകാൻ പിരിഞ്ഞ പോലെ ആകാനിടയുണ്ട്. ഇനി അതുപോലെ തുടർച്ചയായിട്ട് ഇളക്കണം. ഇളക്കി അതൊന്ന് സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. കൽച്ചട്ടി മൺചട്ടിയൊക്കെ ആയതുകൊണ്ട് പിന്നീട് അതിന് ചൂട് കുറേ സമയത്തേക്ക് കാണും. അപ്പം നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 2 കരിവേപ്പിലയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കടുക്, മുളക്, കരിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് കടുക് വറക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഒഴിച്ചുകൂട്ടൻ ചീര, വെള്ളരിക്ക, പുളിങ്കറി ഇതുപോലെ തയ്യാറാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.